ബി.ജെ.പിന്നൊക്കെ ജയിപ്പിക്കാൻ പോണതിന് മുന്നേ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? അത് നമ്മുടെ പി.സി. ജോർജിന്റെ കുറച്ച് മനോഹരമായിട്ടുള്ള സംഭാഷണങ്ങളാണെന്നുള്ളത് തന്നെ. ചേട്ടായിനെ ജയിപ്പിക്കാൻ നിങ്ങൾ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. ആ കഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ അയാളുടെ ഒരു മനോനിലയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും കേസിൽ പോലീസുകാർ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കൂല. കോടതി പറയും അയാൾക്ക് ഭ്രാന്താണ്, വെറുതെ വിട്ടോളാം. സംശയമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. മുസ്ലിമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. പോളേ എല്ലാം പോളേ, പാകിസ്ഥാനിലേക്ക് പോളേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവർ. അത് തന്നെയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാണ്. ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസം എന്ന നിലയിൽ എനിക്കുണ്ട്. ഇവന്റെ ജനന സർട്ടിഫിക്കറ്റിൽ എവിടെയെങ്കിലും തന്തയുടെ പേരുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 3-4 തവണ മാറ്റിയിട്ടുണ്ടാവും കേട്ടോ. കാരണം നിലപാട് ഇടക്കിടക്ക് മാറ്റുന്ന ആളാണ് ഈ പി.സി. ജോർജ്. പി.സി. എന്ന് പറഞ്ഞാൽ അത് പൊതു കക്കൂസാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദിയെ കുറിച്ചിട്ടൊന്ന് പൊക്കി പറഞ്ഞു കൂടി ഒന്ന് കേൾക്കാം. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. മോദി എൻ്റെ ആഗ്രഹത്തിൽ ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. അല്ലടോ, ഈ ചങ്ങായി ഇപ്പോഴും ബി.ജെ.പിയിലൊക്കെ തന്നെ ഉണ്ടല്ലേ? അല്ല, ചോദിക്കുകയാണ്. ഞാൻ വിചാരിച്ച് സംഘങ്ങളൊക്കെ ചെന്നിട്ട് പോയിട്ട് ഇടിച്ച് പരിപ്പ് വളക്കിയിട്ടുണ്ടാവും എന്നുള്ളത്. അമ്മാതിരി ഡയലോഗ് അടിക്കുന്ന ആളായതുകൊണ്ട്. പിന്നെ സത്യസന്ധമായി കാര്യങ്ങൾ വെച്ച് പറയുന്ന കാര്യം തർക്കമൊന്നും വേണ്ട. ഈ മോദിയുടെ കാര്യത്തിലാണ് മുസ്ലിം വിരോധവും ക്രൈസ്തവ വിരോധവും ഹിന്ദു വിരോധവും എല്ലാ വിരോധവും ചേർന്നുകൊണ്ട് ഈ മണകൊണാഞ്ചെ ആയ കാലത്ത് ആ ചങ്ങായി ഒരു നിരോധനം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബാക്കി റിസർവ് ബാങ്ക് കൊള്ളയടിക്കുന്നതാൾ അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ ഞാൻ വെറുതെ പറയുന്നില്ല. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമൊക്കെ പ്രോവിഡൻ ഫണ്ട് ചെല്ലും, കിട്ടുമോ? ഇനി ഈ നേരപ്പോക്കെ എവിടെ കിട്ടാൻ പോകുന്നു? പാപ്പരടിക്കാൻ പോവുക. പാപ്പരടിക്കാൻ പോവാണ്. പാപ്പര് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ എന്നേ പാപ്പരാണെന്നല്ല. 71 റുപ്യ ഉണ്ടാകുന്ന പെട്രോളിന്റെ വില 110ന്റെ മുകളിലും പോയി. ഗ്യാസിന്റെ വില 300 വന്ന് അത് 1000 കടന്നു. ജീവിക്കാൻ നല്ല സുഖമാണല്ലോ. പക്ഷേ പി.സി. ജോർജിന്റെ ഒരു ധൈര്യം നിങ്ങൾ സമ്മതിക്കണം കേട്ടാ. അവിടെ ബി.ജെ.പിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ തേച്ചൊട്ടിക്കുന്നതാ. ഇത് ഏതാണ് ആ സിനിമയുടെ ദുരന്തർ സിനിമ പോലെ. അത് പാകിസ്ഥാനിലോട്ട് നുഴഞ്ഞു കയറി ചെന്നിട്ട് അവരുടെ ഇടയിൽ ബോംബ് പൊട്ടിക്കുന്ന പരിപാടി. ബി.ജെ.പിയുടെ ഇടയിൽ കയറിയിട്ട് ബി.ജെ.പി കിട്ടുന്ന കൊട്ടുന്നു. കൊള്ള. നോട്ട് നിരോധിച്ചു. ഞാൻ ഒരു നോട്ടൊക്കെ നിരോധിച്ചപ്പം കള്ളപ്പണം പിടിക്കില്ലോ എന്ന് പറഞ്ഞു. 1 രൂപയുടെ കള്ളപ്പണം പിടിക്കാൻ പറ്റും. ഞാൻ കണക്കെടുത്ത് നോക്കി. നോട്ട് പിൻവലിച്ചപ്പോഴോ മുഴുവൻ നോട്ടും തിരികെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കള്ളപ്പണം പിടിച്ച് എവിടെ കള്ളപ്പണം കിട്ടി? എന്താടാ ഇമാതിരി ധൈര്യം ശോഭരാജിന് പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ ചെന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് തോളത്തിരുന്ന് ചെവി നിന്നോടെ. അല്ല, അവർക്ക് ആകെ വേണ്ടത് നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രമാണെന്നുള്ളത്. നെഗറ്റീവ് കിട്ടിയാൽ മാത്രം മതി. കഴിഞ്ഞില്ല. എങ്ങനെയുണ്ട് നരേന്ദ്രമോദിയുടെ ആ ഒരു താമരയുടെ ഇതളുകൾ അവിടെ ഉണ്ടോ നോക്കണ ആ ഒരു വ്യഗ്രത. അധികാരത്തിൽ കയറിയതിൻ്റെ ശേ സർക്കാർ സ്ഥാപനങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ വിറ്റൊഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലുള്ള താമരയിലെങ്കിലും ഇതളുകൾ ബാക്കിയുണ്ടോ നോക്കിയതാ. കാരണം കയ്യിലുള്ളതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞില്ല കേട്ടോ. ഇനി എൻ്റെ പൊന്നെ പി.സി. ജോർജിന്റെ കറക്റ്റ് വീക്ഷണങ്ങളൊന്ന് കാണണം. അതാണ് കാണണ്ടേ. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. 5-1 പെട്രോളിന്റെ വില കുറഞ്ഞിട്ടും ഇപ്പോഴും പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന മോദി ഈ പണം മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയണ്ടേ? അത് കേരളത്തെയും ഇന്ത്യയും വിറ്റ് ചുട്ടു തിന്നുന്നത് തുല്യമാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി എന്നാണ് എന്റെ അഭിപ്രായം. ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്നാണ് എന്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചോണ്ടിരിക്കും. എന്നാലും പി.സി. ജോർജ് നിന്നെ സമ്മതിച്ചടാ. ആ തീട്ടത്തടി സംഘികൾ കയറി മേയണ്ട. അവരെന്ത് മേയാനാ? ശംഖം കാവലുണ്ട്. ശംഖം ഒക്കെ കാവലായിട്ടിരുന്ന് കാണല്ലാതെ. അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്. എന്ത് ഉളത്തരം പറഞ്ഞു കിടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം ബി.ജെ.പി പറഞ്ഞ ഒരുമാതിരി ഹാലിളകുന്നത്. എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. നീ ഇത് തന്നെ കൊടുത്തേരെ കേട്ടോ.
പുതിയ 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 നിയമ ഭേദഗതി ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പി സി ജോർജ്. ആശങ്ക ആർക്കും ആവശ്യമില്ല. കേരളത്തിൽ ഈ ക്രിസ്ത്യാനി നമ്മൾ ഇവിടെ കിടന്ന് ചാടുന്നവർ എത്ര ഉണ്ടെന്നറിയാം. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യത്ത് 2.5% എന്നത്തെയാണ് കിടന്ന് ചാടുന്നത്. BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുവന്നുകൊണ്ട് കിടക്കുന്നത്. ഇത്രയും കൂടെ ക്രിസ്ത്യാനി അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചു പോലും ഇത്തരം ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ പിതാക്കന്മാരൊക്കെ ഊളത്തരം പറയാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കടുപ്പിച്ച് പറയുന്നത്. തന്തയുടെ പേര് എത്ര തവണ മാറ്റുന്നുണ്ടാടോ ഈ മണകോണാഞ്ചനൊക്കെ? ചോദിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അമ്മാതിരി ഊളത്തരല്ല വിളമ്പി കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് കൈ കൊട്ടാനും ചിരിക്കാനും കുറെ മണ്ടന്മാരും എന്തുവാടേ ഇത്? ക്രൈസ്തവർ ഈ രാജ്യത്ത് അനുഭവിക്കുന്ന വിഷമത്തെ കുറിച്ചൊന്നും അവന് ചിന്ത പോലും ഇല്ല. പള്ള നിറയണം, കുമ്പ നിറയണം, കായുണ്ടാക്കണം, വേറെ ഒന്നുമില്ല. തീട്ടുണ്ടാക്കണ വെറും യന്ത്രം. പിന്നെ നാവ് വർഗീയത പറയാനല്ലാതെ വേറെ മണവണാഞ്ചിത്രത്തിന് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ ഇവ നിസാരവൽക്കരിക്കുന്നടേ. പള്ളിയിലെ അച്ഛന്മാർക്ക് ഈ അന്തരാഷ്ട്രീയം പറയാൻ പാടില്ലേ? നിനക്കും നിന്റെ മറ്റവനും മാത്രം പറഞ്ഞാൽ മതിയടാ. ഇനി ക്രൈസ്തവർക്ക് വേണമെങ്കിൽ നീ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിട്ടാ. തീർച്ചയായിട്ടും ബൈബിളിലെ ഓരോ വരിയും ഭീകരമാണ്. ശരിക്ക് പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനം ഒഴികെ ബാക്കിയെല്ലാം ജമറിയ എന്ന് പറയുന്ന ഭാഗം വായിച്ചാൽ ഇപ്പൊ വായിക്കുന്നതിനൊക്കെ ഞെട്ടിപ്പോകും. ഇതൊരു മതഗ്രന്ഥമാണോ എന്ന് പോലും അത്ഭുതപ്പെട്ടു പോകും. കർത്താവിന്റെ അരുൾ ചെയ്യല് ഒരെണ്ണം പോലും അതിൽ ശാന്തിയുടെയോ സമാധാനത്തിന്റെയോ ഇല്ല. സങ്കീർത്തനം കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതുള്ളത് കൊണ്ട് സങ്കീർത്തനം ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയൊന്നും ഒഴിവാക്കിയിട്ടില്ല. എന്താടാ ഇവിടെയുള്ള കൃസംഗികൾക്കൊക്കെ ഭ്രാന്താട് അതിന്റെ പിന്നാലെ അടക്കാം. മാനും ചന്തപ്പടിയും കൂടിയിട്ട് കുറെ കായ് ഉണ്ടാക്കും. അത് നിങ്ങൾ കാണും, അത്രേ ഉള്ളൂ. അവരുടെ കൂട്ടത്തിൽ ചെന്നിട്ട് അവരെ തന്നെ അത് പറയാനാണ് ആള് പോയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ ഏതൊരു മണകുണാഞ്ചി ഒരു സിനിമ ഇറക്കിയില്ലേ, പുഴ മുതൽ കക്കൂസ് വരെ, അതേപോലെ കായ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെന്നിരിക്കുകയാണ്. ഇനി ഇവന് നാണം കെടുന്നൊരു സാധനം, ഇവന്റെ കുറച്ച് തെറിയും കേട്ടോളി വോട്ട് പിടിക്കാൻ പോയിക്കുക. നാട്ടുകാരെ ഞാറിയുന്ന ആൾക്കാർ എന്ന് വിളിച്ചിട്ടുണ്ട് ഒഴിവാക്കി വിട്ടു എന്നുള്ളതാ. സ്വല്പം മാന്യത പഠിപ്പിച്ചുവിടുമെന്ന് ഞാൻ ഓർത്തത്. കാരണവന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറൊന്നും പറയുന്നില്ല, മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി, മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ അവകാശം വേണം. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. തിരക്ക് മനസ്സിലായോ? എന്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത, മനസ്സിലായോ? വർത്താനം പറയുന്നു, എന്നെയാ പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുപേട ജനിച്ചു വളർന്നവനാണ്. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപേടയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും, മനസ്സിലായോ? നീ എല്ലാ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ല ഞാൻ, ആര് പോയാൽ ഓടുന്നവനല്ല ഞാൻ. ഇതിന് മുമ്പ് കൂടിയിട്ടുണ്ട്, മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും, മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയും, ഓടാവുന്നു. നീ ആരെ പേടിപ്പിക്കാൻ വേണ്ടി വർത്താനം പറയും. അപ്പോ നല്ലവരായി നിങ്ങൾ സന്മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അമ്മാതിരി തെറിയാണ് കേട്ടോണ്ടിരിക്കുന്നത്. സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇറങ്ങിപ്പോടാ പന്നി എന്നൊക്കെ ഓരോരുത്തർ വിളിക്കുന്നത്, തീട്ടപ്പന്നി എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത്. അയ്യയ്യയ്യയ്യയ്യയ്യയ്യേ. ഇനി ഇതൊന്നും കൂടാതെ ശോഭാ സുരേന്ദ്രൻ ചാട്ടായിനെ കാണുന്നതൊന്നും കാണിച്ചാൽ ഏതാണെന്നൊക്കെ. ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്. ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് PC ജോർജിനെ പരമചറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട PC ജോർജ് സ്വയം അധപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ. മാത്രവുമല്ല, ഇനി അങ്ങക്ക് അങ്ങനെ ഈ ബലാത്സംഗക്കാരെയും ക്രിമിനലുകളെയും കുറ്റവാളികളെയും ഒക്കെ സംരക്ഷിക്കണം എന്ന് PC ജോർജിന് ഇത്ര വലിയ പൂതിയുണ്ടാനം രാജിവെച്ച് പീഡകവീരന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ പീഡക സംഘത്തിന്റെ ചെയർമാനായിട്ടോ പ്രസിഡന്റായിട്ടോ ശ്രീമാൻ PC ജോർജ് ഇരുന്നോട്ടെ. അതാണ് PC ജോർജിന് പറ്റിയ പണി. പബ്ലിക് അക്കൂസ് എന്നാണല്ലോ ഞാൻ എവിടെ കണ്ടത്. പബ്ലിക് അക്കൂസ് എന്നല്ലേ കറക്റ്റ്? അതാണ് ആ നാക്ക് ഉപയോഗിക്കുന്ന നായിക്കാട്ടം മറ്റേ പരിപാടിക്കാണ്. അതുകൊണ്ട് അതാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ശോഭ ചേച്ചിക്ക് ഇയാളെ തോളത്തേറ്റി നടക്കുകയാണല്ലോ ഇപ്പോ. അതെന്താ കൂട്ടത്തിൽ നിന്നുകൊണ്ട് വാരുന്നത് കാണുന്നില്ലേ? നരേന്ദ്രമോദി അലമ്പാണെന്നാ പറയുന്നേ. അയ്യയ്യോ, തീർന്നിട്ടില്ലട്ടാ, ഇനിയുണ്ട് കുറച്ചും കൂടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ വലിയൊരു വെട്ടാണ് PC കിട്ടിയത്. ആ വെട്ടൊക്കെ ഇന്നൊരു പാഠമായി പഠിച്ചാണോ മുന്നോട്ട് പോകുന്നത്? പാഠമൊന്നും പഠിച്ചില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ചില കശ്മലന്മാർ ഉണ്ടാക്കിയ കള്ളപ്രചരണത്തിൽ പാവപ്പെട്ട ഒരു സമൂഹം വീണുപോയി. അവരിന്ന് അതിൽ ദുഃഖിതരാണെന്ന് മാത്രമല്ല, ഇപ്പൊ എല്ലാ കാര്യത്തിലും അവരാണ് നിന്ന് നിൽക്കുന്നത്. മുഴുവൻ നിങ്ങൾ ആ മേഖല അറിയി കണക്കിന് ചോദിക്കും, അവർ പറഞ്ഞു. അപ്പം നിൽക്കുന്നത് മനസ്സിലാവും. കബളിപ്പിക്കപ്പെട്ടവർ
അത് ദുഃഖമാണ്. മൗലിമാരെല്ലാം ഇപ്പം ഇതിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാം. PC ജോർജിനെ മുസ്ലിം വിരോധി എന്നാണല്ലോ ഇപ്പൊ മുദ്ര കുത്തുന്നത്. അത് പറയുന്നത് വിവരം കേട്ട ഹറാം പറമ്പുമാർ, മാന്യന്മാരാന്ന് പറയാം. മാന്യന്മാരും മുസ്ലിങ്ങളും പറയാം. 7 പ്രാവശ്യം ജയിച്ചു, 9 പ്രാവശ്യം മത്സരിച്ചു, 8ാമത് ജയിക്കാൻ വേണ്ടി മത്സരിക്കുക. പിന്നെ ആയി മുമ്പ് PC ജോർജിനെ ഒരു രീതിയിലും അഫക്ട് ചെയ്യില്ല. അത് നിനക്ക് മനസ്സിലായില്ല. ഇവിടെ വന്നു മോന്തടിച്ച് തിരിക്കും മാന്യന്മാര്. മറ്റുള്ള ആളുകൾ ഒന്നും ചെയ്യില്ല എന്നാണ് ചേട്ടായി പറഞ്ഞത്. കൈ കിട്ടിയ മോന്തടിച്ച് തിരിക്കാൻ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നുണ്ട്. കാരണം മുസ്ലിം സമുദായത്തെ എത്രമാത്രം നാണം കെടുത്തിയ വൃത്തികേടുകൾ പറഞ്ഞ ഒരു നേതാവില്ല എന്ന് പറയേണ്ടി വരും. ഇവനും ഇവന്റെ കുറെ കൂട്ടത്തിൽ കുറെ പട്ടിക്കാട്ടങ്ങളുണ്ട്. കാര്യമായിട്ട് പറയുക, കൂത്തറകളുണ്ട് കുറെ എണ്ണം. അവനാവശ്യമായിട്ട് മുസ്ലിം വിരോധം. ഇവൻ ക്രൈസ്തവനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന BJP കുറിച്ച് അവനൊന്നും പറയല്ല. വള്ള വീർക്കണം, കുമ്പ, വേറെ ഒന്നുമില്ല. കഴിഞ്ഞില്ല, ഒരു കഷ്ണം കൂടി ഉണ്ട്, ഇതും കൂടി കേട്ടാ സമാധിയായി. ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ 1ാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടിച്ചൊക്കെ പറയാം, പിന്നെ കുഴപ്പം, മുസൽമാനാണ്. അങ്ങയുടെ വാപ്പ മോത്തിലാറിലവർ മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാറിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേരും നിൽക്കരിക്കും. മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മുസ്ലിം അല്ലേ നെഹ്റു? ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയാൻ വേറെ ആരുണ്ട് BJPക്ക്? BJPയെ കുറ്റം പറഞ്ഞാൽ നരേന്ദ്രമോദിയെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. വർഗീയത പറയുന്ന ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവനെ പോലെയുള്ള ആളുകളൊക്കെ ജയിച്ച് വന്ന കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാനൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇങ്ങോട്ട് രേഖപ്പെടുത്തുക. എനിക്കിപ്പോൾ എന്നോട് പറയാനുള്ളത് തെറി മാത്രമാണ്. പക്ഷെ അത് ഇവിടെ പറയാൻ പറ്റില്ല. ക്യാമറ ഓഫാക്കി ഞാൻ പറഞ്ഞോളാം, നാട്ടുകാർ വെറുതെ കേൾപ്പിക്കണ്ടല്ലോ ചിട്ടാനെ. അപ്പോൾ വീണ്ടും വരട്ടെ പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് ഫോളോ ചെയ്തോളി, കൂടെ കൂടിക്കോളി. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇപ്പോൾ.